അന്ന് കരഞ്ഞിട്ട് പോയതാണല്ലോ, പിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. പിന്നെ ആ കരച്ചില് കാരണം എനിക്ക് കിട്ടാത്ത മെസ്സേജ് ഇല്ല. ഭയങ്കര എക്സ്പെൻസീവ്, ഞങ്ങൾക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇത്. ആ വന്നല്ല വനമാല കറക്റ്റ് ടൈമിങ്. അന്ന് കരഞ്ഞിട്ട് പോയതാണല്ലോ, പിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. പിന്നെ ആ കരച്ചില് കാരണം എനിക്ക് കിട്ടാത്ത മെസ്സേജ് ഇല്ല. എന്തൊരു സിമ്പതി ജെഫ്രി. നമ്മളൊക്കെ ഇവിടെ കരഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ട. ജെഫ്രിയും കരഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. എന്നിട്ട് എല്ലാ പെമ്പിള്ളാർക്കും അയച്ചോ ആൻസേഴ്സ്? അയച്ചാ? ഇന്നെന്തിനാ വിളിച്ചതെന്ന് അറിയോ? എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ പോകാനുണ്ട്. അത് കഴിഞ്ഞ് അന്തുന്റെ കൂടെ ഒന്ന് കൂടാനുണ്ട്. നാളെ ഞാൻ പോവാ. അതിന് മുമ്പേ ഒന്ന് കൂടണ്ടേ? അപ്പൊ ആരുമേ ഡ്രസ്സ് വാങ്ങാൻ പോവാ. അതെ, ഇത് ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി ഡീസൽ വണ്ടി ഉപയോഗിക്കാറില്ല. ഫുൾ ടൈം നമ്മുടെ ഇലക്ട്രിക് വണ്ടിയാണ്. പക്ഷെ ആവശ്യമുള്ളപ്പോൾ സ്റ്റാർട്ട് ആവില്ല. അതുകൊണ്ട് തന്നെ സത്യമായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങി വെച്ചാണ്. കാരണം ഇത് ഫ്രീ ആണ് ഉപയോഗിക്കുന്നത് നമ്മുടെ BMW. പക്ഷെ എയർ ചെക്ക് ചെയ്യില്ല. ആൻഡ് വണ്ടി മെയിൻ്റനൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ കയറി ഇരിക്കുമ്പോഴേ അറിയത്തുള്ളൂ, എന്തെങ്കിലും ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ ചെറിയ സാധനം അഗാരോന്റെ ഒരു സംഭവമാണ്. നിങ്ങൾ എപ്പോഴും വാങ്ങി വെക്കുക. ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇത് ആക്ച്വലി അഗാരോന്റെ ടയർ ഇൻഫ്ലേറ്ററും ജംപ് സ്റ്റാർട്ടറും ആണ്. ഇത് പോർട്ടബിൾ ആയിട്ട് ഇത് എവിടെയും കണക്ട് ചെയ്യണ്ട. ഇതിൽ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കിത് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്താൽ മതി. ഇതിങ്ങനെ ഓൺ ആവും. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് 2 ടൈപ്പ് വയേഴ്സ് വരുന്നുണ്ട്. ഒന്ന് ഇത് ജംപ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഡെഡ് ആണെങ്കിൽ ഇത് കണക്ട് ചെയ്ത് ജംപ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ്. രണ്ടാമത് നമ്മുടെ ടയറിൽ എയർ അടിക്കാനായിട്ട്. സോ ഞാൻ രണ്ടിൻ്റെ ഉപയോഗം കാണിച്ചു തരാം. ദിസ് ഇസ് എ ലൈഫ് സേവർ. ആർക്ക് വണ്ടി ഉണ്ടെങ്കിലും ഇതൊരെണ്ണം വാങ്ങുക. നമുക്ക് വേറെ വയേഴ്സോ വേറെ ചാർജേഴ്സോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പോർട്ടബിൾ പവർ ബാങ്ക് പോലെ തന്നെ ക്യാരി ചെയ്യാൻ പറ്റുമേ. സോ ഇത് ആക്ച്വലി ആദ്യമേ ഞാൻ എയർ ആണ്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോൾസിന് വേണ്ടി നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് നമുക്ക് സൈക്കിളിന്, ഇത് ബൈക്കിന്, ഇപ്പം നമ്മൾ കാറിന് വെച്ചു. ഇനി എമർജൻസി ആണെങ്കിൽ ഇത് കണ്ട ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കിതുപോലെ ലൈറ്റൊക്കെ കത്തും. കണ്ട? സോ ലൈറ്റ് കത്തും. ഇരുട്ടത്താണെങ്കിൽ ശരിക്കും അറിയാൻ പറ്റും. അതിന് ഇതൊന്നും ചെയ്യാനില്ല. നമ്മൾ ജസ്റ്റ് ഇത് ഫിക്സ് ചെയ്യുക, ലോക്ക് ചെയ്യുക, മെഷീൻ വെറുതെ ഓൺ ചെയ്യുക. ഇപ്പം കാറ്റ് കുറവായിരുന്നു, വേണ്ട കറക്റ്റ് കാറ്റും കയറും. ഇത് നമുക്ക് പല നോസൽസും കിട്ടും. ഫുട്ബോളിൽ ഇടാൻ, അല്ലെങ്കിൽ കാറിലടിക്കാൻ, ബൈക്കിനിടാൻ. സോ പല നോസൽസും കിട്ടുമേ നമുക്ക് ടയർ ഇൻഫ്ലേറ്ററിൻ്റെ കൂടെ തന്നെ. പിന്നെ ഇത് വണ്ടി നമ്മുടെ ഡെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജംപ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ജംപ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ആ കൂടെ ചെയ്യേണ്ടത് ഇത് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ലൈറ്റ് കത്തും. എന്നിട്ട് ഈ ബ്ലാക്ക് നെഗറ്റീവിലും റെഡ് പോസിറ്റീവിലും കുത്തുക. എന്നിട്ട് ജസ്റ്റ് ഇത് ഓൺ ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ വണ്ടി ജംപ് സ്റ്റാർട്ടും ചെയ്യാം. സോ ഇത് ആക്ച്വലി 3 in 1 ആണ്. ഒന്ന് നമുക്ക് എയർ ഫില്ല് ചെയ്യാം, അതുപോലെ തന്നെ പെട്ടെന്ന് ഫില്ല് ചെയ്യാം, പിന്നെ വണ്ടി ജംപ് സ്റ്റാർട്ട് ചെയ്യാം. ഫൈനലി നമുക്കിത് ഒരു ഫ്ലാഷ് ലൈറ്റ് ആയിട്ടും ഉപയോഗിക്കാം. കണ്ട, ടോർച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഇത് നമ്മൾ ചാർജ് ചെയ്യുന്നത് സാധാരണ ടൈപ്പ് സി കേബിളിലാണ്. ഇവിടെ തന്നെ നമുക്കൊരു ടൈപ്പ് സി കുത്തുക. ഇതൊരു പവർ ബാങ്കിലോ ചാർജറിലോ അഡാപ്റ്ററിലോ കുത്തുക, സംഭവം ചാർജ് ആവും. സോ അത്ര എളുപ്പമാണ് ഇത് ഉപയോഗിക്കാൻ. നമുക്ക് വാറണ്ടി ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് വാങ്ങാൻ നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും. ആൻഡ് ഫോർ ദ പ്രൈസ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി വർത്ത് ഇറ്റ്. വാങ്ങി. ആൻഡ് സ്റ്റോറേജും ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ഇതൊരു ബാഗിലേക്ക് ഇട്ടാൽ മതി. ആൻഡ് നമ്മുടെ കാറിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക. ആൻഡ് തിങ്സ് ഇറ്റ് ബി ബിഗ് ഹെൽപ്പ് നമ്മുടെ എല്ലാ ജേർണിക്കും. നോക്കട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കും, ഇല്ലെങ്കിൽ തിരിച്ചു വിടും. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും ഒരെണ്ണം എയർപോർട്ടിൽ, കാരണം എന്റെ എയർപോർട്ട് വരെയൊക്കെ നിരച്ചു തുടങ്ങി. ഫുൾ ടൈം യാത്രയല്ലേ, നിറച്ചു തുടങ്ങി. ഇത് ഇടാണ്ടിരുന്നിട്ട് നിറച്ചിട്ടുള്ള ബാക്കില് നമ്മളിന്ന് വീഡിയോ എടുത്തല്ലേ ഉള്ളൂ. അതിന് പകരം ഈ അവസ്ഥ വരില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും വേണ്ടല്ലേ അപ്പൊ. എന്ത് കോമ്പാക്ട് അല്ലേ അപ്പൊ. അതെ, ഇത്രയും വലിയ സാധനം ഒരാള് വന്ന് ഒന്നും നമുക്ക് ചെയ്യണ്ട. ജസ്റ്റ് അത് എടുക്കാം. എല്ലാരും എടുക്കണം. കാരണം അത്രയും ഉപയോഗമുള്ള സാധനമാണ്. അല്ലെങ്കിൽ നമ്മള് അതെ, അതിന് പകരമല്ലേ ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അഗാരോന്റെ പ്രൊഡക്റ്റ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വാങ്ങി വെക്കുക. ഒരു തവണ ലൈഫിൽ ഉപയോഗിക്കേണ്ടി വരുള്ളായിരിക്കും. പക്ഷെ അത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടൈമിലാണെങ്കിൽ ഒന്ന് ആലോചിക്കുക. മൂന്നാറിലോ കാട്ടിലോ എല്ലാം
സൈറ്റ് സീയിങ്ങിന് പോയിട്ട് സ്റ്റക്കായി എന്ത് ചെയ്യും? ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ജെഫ്രിനായിട്ട് പോകുമ്പോ ചാൻസസും കൂടുതൽ. എവിടെ മറ്റേ പ്രകൃതി ഭംഗി കണ്ടാലും അപ്പൊ ഇറങ്ങണം അവിടെ. ആനയൊക്കെ കണ്ട് ഇറങ്ങി അതൊക്കെ കണ്ട് ആസ്വദിക്കണം, തലോടിയിട്ട് ഇവിടെ പോകണം. അപ്പൊ ബാറ്ററി ഡൗൺ ആയാൽ തീർന്നു. പക്ഷെ അതിൽ മറ്റേ ടോർച്ച് കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. റെഡ് ലൈറ്റും ഉണ്ട്. ഇനി നമ്മുടെ അന്തും ലിബിനൊക്കെ വരും. സോ ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ ഇവരെല്ലാരും 1 മാസം കഴിഞ്ഞിട്ടേ കാണുള്ളൂ. അതുപോലെ കാണുമെന്ന് അറിയില്ല. ഞാൻ തിരിച്ചു വരുമ്പോ പലവരും പല വഴിക്ക് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കേ ഞാൻ 1 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. തിരിച്ചു വരുമ്പോഴേക്കും പലവരും പല വഴിക്ക് പോകാൻ സാധ്യതയുണ്ട്. അല്ല മറ്റേ എല്ലാരും ഉണ്ടല്ലോ, ലിബിനും അന്നും ആരൊക്കെ അവിടെ പോകുന്ന ആർക്കും അറിയില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്നൊന്ന് നന്നായി കൂടാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാരും കൂടെ അന്തോ സജസ്റ്റ് ചെയ്ത സ്ഥലത്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നല്ലതാണോ കേടാണോ എന്നൊക്കെ പ്രോപ്പർ റിവ്യൂ പറയും. അതെ, നമ്മളിങ്ങനെ തല മാത്രം കൊലുക്കും. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, കൊച്ചിയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞ ഒരു ബാറല്ല പബ്ബുണ്ട്. ഞാൻ കുടിക്കില്ല, പക്ഷെ അത്രയും അടിപൊളി ഫുഡ് ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. ഈ സ്റ്റാർട്ടേഴ്സ് പോലത്തെ സംഭവങ്ങൾ, അവരുടെ പോർക്ക് റിബ്സ്, ബട്ടർ ചിക്കൻ അങ്ങനെ. പക്ഷേ അതിൻ്റെ കുറച്ച് എക്സ്പെൻസീവാണ്. അതിൻ്റെ തന്നെ വേറൊരു പുതിയ ബ്രാഞ്ച് ഇവിടെ പനമ്പിളി നഗറിൻ്റെ അടുത്ത റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത്, അറ്റ്ലാന്റിസ് റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒന്ന് വന്നതാണ്, പാർക്കിംഗ് കിട്ടിയില്ല. വീക്ക് ഡേ ആണെന്ന്. വീക്ക് ഡേയിൽ പാർക്കിംഗ് കിട്ടാതെ ഞങ്ങൾ ദൂരെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിരിക്കാം. തിരക്ക് കാണിച്ചു തരാം. ഞാൻ കേട്ടത് ഭയങ്കര റേറ്റ് കുറവാണെന്നാണ് ഇപ്പോൾ ജെഫ്രിൻ പറയുന്നത്. വെലോസിറ്റിനെയും കാട്ടി ഭയങ്കര റേറ്റ് കുറവ്. പക്ഷേ അതുപോലത്തെ തന്നെ കുറേ ഫുഡ് ഐറ്റംസും ഉണ്ടെന്ന്. സീറ്റ് കിട്ടുമെങ്കിൽ ഇവിടെ കഴിക്കാം. ആൻഡ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്നും കൂടെ നോക്കാം. ആണ് ആ സ്ഥലം കേട്ടോ, നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തായിട്ട് വരും. പക്ഷേ തിരക്ക് നോക്ക്, വീക്ക് ഡേ തന്നെ തിരക്ക് ഭയങ്കര ഫുള്ള്. വാല കിട്ടാതെ ഞങ്ങൾ ദൂരെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിരിക്കുകയാണ്. പേരൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് പണ്ടെന്തോ ലോക്കൽ ബാറായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇത് കുറച്ച് സെറ്റപ്പ് ഒരു ഏരിയ ആക്കിയിട്ടുണ്ട്. ഇരിക്കാൻ സ്ഥലം കിട്ടുമെന്ന് പോയി നോക്കട്ടെ ആദ്യമേ. ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് പ്ലാറ്റ്ഫോം 1 എന്ന് പറഞ്ഞ ഒരു ലോക്കൽ ബാറും ഉണ്ട്. ഇവിടെ ഒരു സ്ക്രീൻ 3 എന്ന് പറഞ്ഞ ലോഞ്ച് ബാറും ഉണ്ട്. ശരിക്കും ആ ഒരു ലോക്കൽ സ്ഥലത്തെ ഭയങ്കര ലോക്കൽ ബാറായിരുന്നു റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലുള്ളത്. അത് എന്ത് ട്രാൻസ്ഫോർമേഷൻ അവിടെ ചെയ്തതും വരുന്ന ക്രൗഡിൻ്റെ ഒരു തിരക്ക് നോക്ക്. അതാണ്, എന്ത് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. എത്ര ബാഡാന്ന് തോന്നിയാലും അത് വേറെ ലെവലിലേക്ക് ആക്കാൻ പറ്റും. ഏതാ എൻട്രൻസ്, ഇതാണോ നോക്കട്ടെ. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആക്ച്വലി ഭയങ്കര രസമായിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു പ്രോപ്പർ ലൗഞ്ച് പോലെ തന്നെ ഇരിക്കുന്നത്. നല്ല തിരക്കുമുണ്ട് വീക്ക് ഡേ ആയിട്ട്. ഇതുപോലെ ഒരു ബാറിൻ്റെ കൗണ്ടർ ടോപ്പ് ഉണ്ട്. ഇവിടെ ആക്ച്വലി കുറച്ച് സ്റ്റാൻഡിങ് സ്റ്റൂൾസ് ഇട്ട് കഴിഞ്ഞാൽ, ഹൈ സ്റ്റൂൾസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് ഇട്ടിട്ടില്ല. അതല്ലാതെ ഭയങ്കര സ്പേഷ്യസ് ആണ്. സ്പെഷ്യാലിറ്റി എന്താ അറിയാം ജെഫ്രി? സിനിമ പേരല്ല, ഇതെല്ലാം സിനിമ തീമിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിക്കോ, കംപ്ലീറ്റ് സിനിമ തീമിലാണ് ഇവിടുത്തെ പോസ്റ്റേഴ്സും എല്ലാം. അതുപോലെ ക്രിക്കറ്റ് ഒക്കെ കാണാൻ നല്ല സെറ്റപ്പ് ആയിരിക്കും. പിന്നെ ഫുഡിന്റെ കുറെ സാധനങ്ങൾ ഇതുപോലെ തന്നെ. പ്രേമം, സർവമായ വരെ ഉണ്ട്. സർവമായ പ്രേമം, ലൂസിഫർ ഉണ്ട്. ഞാൻ ലൂസിഫറിന്റെ ആളല്ലേ. അതല്ലാതെ ഹലോ ഉണ്ട്. ഇതൊക്കെ ഇതാണ് ഹലോ, മറ്റേ ജോർജ് സാറിന്റെ ഹലോ ഇല്ലേ, അതിന്റെ ബേസിലാണ്. സിനിമ ഹലോ അല്ല, അതിന്റെ ബേസിലുള്ള ഇതൊക്കെ ഡ്രിങ്ക്സ് ആണ് കേട്ടാ. ഫുഡ് കോട്ടയം കുഞ്ഞച്ചൻ ഫുഡുണ്ടോ? ആ, നല്ല അല്ലെങ്കിൽ എന്താണ് ഉത്തരവാദി. ആവേശം വേണം, ആവേശം. കള്ളും ബിയറും. ഓ നല്ല കുട്ടി, ഹോർലിക്സ് ബോയ്. മറ്റേ പിനക്കൊളാട എന്ന് പറഞ്ഞ ഡ്രിങ്ക് ഇല്ലേ, ഇതിന്റെ ഇവിടെ തന്നെ പേരൊന്നും അറിയോ? മംഗലശ്ശേരി കൊള്ളാട. മറ്റേ ഏത് മോഹൻലാൽ ഏത് അതിന് പകരം മംഗലശ്ശേരി കൊള്ളാട. ബോയിങ് ഉണ്ട്. മെഗാ സ്റ്റാർ എന്ന് പകരം മെഗാ സോർ മമ്മൂട്ടി. പേര് കണ്ടുപിടിക്കാൻ ഇടാൻ തന്നെ കുറെ ടൈം. അത് തന്നെ, അതായിരിക്കും തുടങ്ങാൻ ഇത്രയും ലേറ്റ് ആയത്. ഫുഡിന്റെ വില എങ്ങനെയുണ്ട്? ഭയങ്കര റീസണബിളാ. ഓ നോക്കട്ടെ, ഭയങ്കര റീസണബിൾ ആണ് കേട്ടോ ഫുഡ്. നോക്കാമല്ലോ. സോ പുഴുങ്ങിയ മുട്ടയ്ക്കൊക്കെ എത്രയാ? 2 എണ്ണത്തിന് 80 രൂപ. അതൊക്കെ പോട്ടെ. ബീഫ് എല്ലാവരും 350, 220 അല്ലേ? അതായത് നമ്മൾ ഇതേപോലത്തെ സ്ഥലത്ത് വേറെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു 40% കൂടെ കൂടും, 50% കൂടെ ചിലപ്പോൾ കൂടും. ഇതെല്ലാം ഓക്കെയാണ് കേട്ടോ. എല്ലാവരും 300, 385, 200, 250 എല്ലാം അങ്ങനെയാണല്ലോ. പപ്പടം മതിയോ?
ഫ്രീക്ക് കൊടുക്കണം, പാർസൽ ചെയ്തോണ്ട് കൊടുക്കണം. പപ്പടമല്ലേ? അപ്പൊ ഇതിന് നോക്കട്ടെ, ഞങ്ങള് ബാക്കിയുള്ളവർ വരുന്നതിന് മുമ്പേ ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാണ്. നമ്മളെ കോക്കൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോംപ്ലിമെന്ററി കോണും വാട്ടർമെലണും. ഇത് കോംപ്ലിമെന്ററി ആണ് കേട്ടാ, കൊള്ളാലോ. കാരണം എല്ലായിടത്തും അൺഹെൽത്തി സ്നാക്ക് അല്ലേ തരുന്നത്. ഇവിടെ കണ്ട കോണും വാട്ടർമെലണും ആണ് ഇതുപോലെ കോംപ്ലിമെന്ററി നമ്മുടെ മോക്ടെയിലോ കോക്ടെയിൽസോ എന്ത് പറഞ്ഞാലും തരുന്നത്. അതൊരു നല്ല സംഭവം ഇപ്പൊ കേട്ടാ. ഇതാകുമ്പോ ആൾക്കാർ അധികം കഴിക്കത്തില്ല. കപ്പലണ്ടിയും മറ്റേ വറവൊക്കെ ആണെങ്കിൽ കുറെ കഴിക്കും. ഇത് വന്നോണ്ടിരിക്കും. വന്നൊന്നും ഇരിക്കില്ല, പിന്നെ വന്നോണ്ടിരിക്കും. ഒരെണ്ണം കൂടെ ചോദിക്കുക, നോക്കാലോ. ഇത് തീർത്തു കൊടുത്തിട്ടുണ്ട്. ജെഫ്രിൻ പറയുന്നത് റീഫില് കിട്ടും എന്നാ. നോക്കാലോ. തീർക്ക് കുടിക്ക്. എന്റെ അകത്ത് വെള്ളം കൂടെ ഉണ്ട്. വന്നില്ലേ ആശാ? വന്നില്ലേ? ഭയങ്കര എക്സ്പെൻസീവ്. ഞങ്ങൾക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇത്. അതെ, സ്നാക്സ് ഒന്നും ഇല്ല. എല്ലാം തീർത്ത് ഞങ്ങളെ റീഫില് വന്നിട്ടുണ്ട്. ഞങ്ങള് ബാറിൽ പോകാത്തോണ്ട് ഇങ്ങനത്തെ ആചാരങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു അതെല്ലാരും കൂടുതൽ കഴിക്കുന്നോണ്ടായിരിക്കും അവരെ നിർത്തിയെന്ന്. കോൺ കാണില്ല. ഓ, ചിപ്സ്. ആ, എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്. അത് എഗ് ബുർജി നല്ലതാന്ന് വിളിക്ക്. ക്രിസ്പി ബീഫ്, നല്ല കിടിലൻ പോർക്ക്. ഇത് കോഞ്ചി ബീഫ് നല്ലതല്ലേ? അതെ, കോഞ്ചി ബീഫും ഉണ്ട്, പോർക്കും ഉണ്ട്. ഞങ്ങക്ക് പയ്യെ മതി. എന്തിനാ, ഞങ്ങക്ക് ധൃതിയില്ല. തീർന്നു പോയാലോ? ഇവരുടെ കോഞ്ചി ബീഫ് നോക്കട്ടെ. ഇത് ഭയങ്കര പോപ്പുലർ ആണ്. അവരുടെ മറ്റേ സരിദാസ് അവിടെ എന്തോ പറഞ്ഞിട്ടുണ്ട്, അടിപൊളി ഫുഡാണ്. ഭയങ്കര പോപ്പുലർ ഡിഷാണ് ഇവിടുത്തെ. പക്ഷെ ക്രിസ്പി അല്ല കേട്ടോ. സാധാരണ ഇത് ക്രിസ്പി ആവേണ്ടതാ. ക്രിസ്പി ഒന്നും അല്ല, പക്ഷെ നല്ല ബീഫ് ടെൻഡർലോയിൻ ഉപയോഗിച്ച് നല്ല കിട്ടിലൻ സോയാ സോസിൽ ഡ്രെഞ്ച് ചെയ്തിട്ടുള്ള ഫ്ലേവർഫുൾ, അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള സോഫ്റ്റ് ബീഫ്. പോർക്ക് അടിപൊളി, ബീഫ് അടിപൊളി, പക്ഷെ ക്രിസ്പി അല്ല. പോർക്ക് അല്ല, പിന്നെ പേര് ക്രിസ്പി നിട്ടെന്തിനാ? ഓരോന്നിന്റെ പേര് എന്താണ്? ഇത് പോർക്ക് കേട്ടോ. നല്ല കിടിലൻ പെർലൻ പോർക്ക്. ഇഷ്ടപ്പെട്ട ഒരെണ്ണം കൂടെ പറയേണ്ടി വരും. ഇഷ്ടപ്പെട്ടില്ല. കള്ള് ഷോപ്പിൽ കിട്ടുന്നതിനെ കാട്ടി ബെറ്റർ. തനി കേരള ലോക്കൽ ഫ്ലേവർ, ജെഫ്രിനെ പോലെ, പക്ഷെ നല്ല രുചിയുണ്ട്. അതെ, ജെഫ്രിന് നല്ല സ്വഭാവമില്ല, ബീഫിന് നല്ല രുചിയുണ്ട്. അല്ല, സോറി, പോർക്കിന്. ഞാൻ വിചാരിച്ചു ഇതെന്തോ ഫ്രൈഡ് റൈസ് ആണ്. എഗ് ബുർജി. ഓ, ഇവരുടെ പ്രസന്റേഷൻ കട്ട് ചെയ്താ കേക്ക് പോലെ കഴിക്കരുത്. അതെ, കുറച്ച് കഴിച്ചാ മതി. നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ, വന്നല്ല വനമാല. ഒരു കറക്റ്റ് ടൈമിങ്. എന്തേ ഷുഗർ ഫ്രീ ആണ്. ഇപ്പോഴും ഷുഗർ ഡയറ്റ് ഉണ്ടോ? ഷുഗർ കട്ടാണോ? ആ, ഇത് ഞാൻ ആക്ച്വലി ആദ്യമേ വിചാരിച്ചു മറ്റേ പക്കാവട പോലെ എന്തോ അതെ. പക്ഷെ ഇത് BDF ആണ്. ഇത്രയും ഭംഗിയുള്ള ഒരു BDF ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണ എല്ലാം സ്ട്രിപ്സ് അല്ലേ, ഇത് ഫ്ലാറ്റൻഡ് ആണ്. സോ നന്നായി വേവും. എല്ലാത്തിനും ടേസ്റ്റ് നോക്കാൻ ആദ്യമേ ഇരിക്കുന്നുണ്ട്. അല്ലാന്ന് പറഞ്ഞ ഫുഡ് കഴിഞ്ഞു. പോർക്ക് സൂപ്പർ അല്ലേ? തീരുവോ? എല്ലാം തീരും കേട്ടോ. വരുന്നതിന് മുമ്പേ സാധനങ്ങൾ തീരും. ഏതാ BDF? നല്ല കിടില മുരിഞ്ഞ ബീഫ് BDF. ഞാനൊരു ഗ്യാരണ്ടി പറയാം, നിങ്ങൾക്ക് നല്ല ഇതുപോലത്തെ സ്നാക്സ്, ഫ്രൈഡ് റൈസ് അതൊന്നും അല്ല, സ്നാക്ക് പോലത്തെ ഫുഡ് ഇഷ്ടമാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നോ. യു ലവ് ഇറ്റ്. ആൻഡ് ഈ റേറ്റ് കുറച്ച് നാളത്തേക്കേ കാണുള്ളൂ കേട്ടോ.
നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും. ഉള്ള ടൈമിൽ വരുക. BDF ഓർഡർ ചെയ്യുക, പോർക്ക് ഓർഡർ ചെയ്യുക, എഗ് ബുർജി എന്തായാലും ഓർഡർ ചെയ്യുക. പിന്നെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ലേ, ചിക്കൻ കബാബ്സ് അതും അടിപൊളിയാണ്. ഇത്രയും അടിപൊളിയായതുകൊണ്ടും 110 രൂപ ഉള്ളത് കൊണ്ടും ഒരു എഗ് ബുർജിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. വേഗം വന്നോ, ഈ റേറ്റ് അധികം കാലം കാണില്ല. നമ്മുടെ സ്വിറ്റ്സർലൻഡില്ലേ, സ്വിറ്റ്സർലൻഡുകാരൻ എന്താ വാങ്ങിയെന്നറിയോ? അറിയോ? എന്തായിരിക്കും? എന്തായിരിക്കും കാറ്റഗറി പറയില്ല, അറിയാലോ ആളെ. ഹെലികോപ്റ്റർ ആയിരിക്കും. പുള്ളിയുടെ കാര്യം പറയാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ കാണിക്കുന്നില്ല, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാം പൊട്ടിച്ചു, എല്ലാം പൊട്ടിച്ചു. 2 വർഷമായി ഭയങ്കര പ്ലാൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുടങ്ങി പ്ലാനായിരുന്നു. ആ, നാട്ടിലേക്ക് പോലും വരുന്നില്ല. എന്നിട്ട് ഇന്നലെ ചോദിച്ചപ്പോ അതൊക്കെ ഞാൻ എടുത്തു വെളിയില്. അതൊന്നുമല്ല, വെയിറ്റ് ചെയ്യും. ബൈ ബൈ, ടേക്ക് കെയർ. പോയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, പൊളിച്ചിട്ട് വാ. എന്നിട്ട് നമുക്കൊരു ട്രിപ്പ് പോവാം. അതാണ് വേണ്ട, അതിന് വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പോയിട്ട് പെട്ടെന്ന് എൻജോയ് കാണാം. ബൈ 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 ഗൈസ്. സോ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഗാങ് ആയിട്ട് ഒരു ഫൈനൽ, കുറേ നാളത്തേക്ക് ഒരു ഫൈനൽ ഗെറ്റ് ടുഗെദർ ആയിരുന്നു. നിങ്ങൾ ബെസ്റ്റായിട്ട് ട്രൈ ചെയ്തു കേട്ടോ. അവിടുത്തെ ഫുഡ് ഭയങ്കര അഫോർഡബിൾ ആണ്, ഭയങ്കര ടേസ്റ്റിയാണ്. വീക്കെൻഡ്സ് പോകാതിരിക്കുക, ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. എൻ്റെ പേര് ഇപ്പോഴുള്ള പേര് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. ഇനി നാളെ ചിലപ്പോൾ പ്രിയയുടെ ഒരു മേക്ക് ഓവർ വീഡിയോ ഒക്കെ കാണും കേട്ടോ. മേക്ക് ഓവറൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേദുവിൻ്റെയും ഹെയറൊക്കെ കട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സോ എല്ലാവർക്കും ഒരു മേക്ക് ഓവർ ആയിരിക്കും. ഞാൻ ഒരു ചെറിയ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. എന്തായാലും സമ്മർ ആണല്ലോ, ഇനി പോകുന്ന എല്ലായിടത്തേക്കും നല്ല ചൂടായിരിക്കും. സോ എന്തായാലും ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.